ഭർത്താവ് അശ്വിൻ ഗണേശിനെതിരെ ആരോപണം ഉന്നയിച്ച യുവതിക്ക് മറുപടിയുമായി ദിയ കൃഷ്ണ. ഓബയോസിയിലെ ആരോപണ വിധേയരായ ജീവനക്കാരികളിൽ ഒരാൾ മാധ്യമങ്ങളോട് സംസാരിക്കവേ ദിയയുടെ ഭർത്താവ് അശ്വിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ദിയയുടെ ഭർത്താവ് പൂവാലന്മാരെ പോലെ രാത്രി വിളിച്ച് സംസാരിക്കുന്നു എന്നായിരുന്നു ജീവനക്കാരി പറഞ്ഞത്. ഇന്നത്തെ മികച്ച കോമഡി അവാർഡ് ഈ പെൺകുട്ടിക്ക് എന്ന അടിക്കുറിപ്പോടെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്ന വീഡിയോയിലാണ് ദിയ കൃഷ്ണയുടെ മറുപടി. രാത്രി 2 മണിക്കും 3 മണിക്കും വിളിച്ചിട്ടാണ് ദിയയുടെ ഭർത്താവ് ഇത് പാക്ക് ചെയ്തോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നത്. രാത്രി 1 മണി 2 മണിക്കൊക്കെ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും. പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. ജീവനക്കാരിയുടെ ഈ ആരോപണമാണ് റീലിൽ കാണാനാവുക. ഇതിന് താഴെ ദിയ കൃഷ്ണയുടെ മറുപടി ഇങ്ങനെ: വീട്ടിൽ ബിരിയാണിയാണ് മോളെ, മണ്ണുവാരി അവൻ തിന്നാറില്ല. ഇതിന് താഴെ നിരവധി പേർ ദിയയെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കമന്റിന് മാത്രം 1 ലക്ഷത്തിന് മുകളിൽ പേരാണ് ലൈക്ക് ചെയ്തിട്ടുള്ളത്. അതേ വീഡിയോ ദിയ ഇൻസ്റ്റയിൽ പങ്കുവച്ചിട്ടുണ്ട്. അവൻ ഓടിക്കുന്നത് റോൾസ് റോയ്സ് ആണ് മോളെ, തള്ളിവണ്ടി നോക്കുവാണെങ്കിൽ അറിയിക്കാമേ എന്നാണ് ദിയയുടെ കമന്റ്. നടി സ്വാസിക അടക്കമുള്ളവർ ദിയയെ പിന്തുണച്ചെത്തി. ഇവരെ ജയിലിൽ കൊണ്ടുപോകുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു കള്ളികൾ, പക്ഷെ പൊട്ടത്തികളാണ്. സ്വാസികയുടെ കമന്റ് ഇങ്ങനെയായിരുന്നു. അതേസമയം ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ ജീവനക്കാരുടെ ഭാഗത്ത് പിഴവുണ്ടായെന്ന നിഗമനത്തിലാണ് പോലീസ്. ജീവനക്കാരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ച പോലീസ് 63 ലക്ഷത്തോളം തുക അക്കൗണ്ടിലെത്തിയതായും ഇത് പിൻവലിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. മൊഴി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും മൂവരും എത്തിയിട്ടില്ല. അറസ്റ്റ് പോലുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഓഡിറ്ററെ ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. 2024 ജനുവരി മുതൽ കഴിഞ്ഞ മെയ് മാസം വരെയുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ലക്ഷങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത്. ഡിജിറ്റൽ വിവരങ്ങളായ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഫോൺ, CCTV ദൃശ്യങ്ങൾ എന്നിവ മുൻനിർത്തിയായിരുന്നു പോലീസ് അന്വേഷണം. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലും കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തി. ജീവനക്കാരികൾ സ്വന്തം അക്കൗണ്ടിലേക്ക് വാങ്ങിയ തുകകൾ ATM വഴി പിൻവലിച്ച് ദിയ കൃഷ്ണയ്ക്ക് നൽകിയതായാണ് യുവതികൾ പറയുന്നത്. എന്നാൽ പണം പിൻവലിച്ചതിന്റെ രേഖകൾ ലഭിച്ചിട്ടില്ല. യുവതികൾ ദിയയോടും കുടുംബത്തോടും കുറ്റം സമ്മതിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കും. 3 ജീവനക്കാരികൾ ചേർന്ന് 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. ജീവനക്കാരികൾ നടത്തിയ തട്ടിക്കൊണ്ടുപോകൽ പരാതി കൗണ്ടർ പരാതിയായി പരിഗണിച്ചാൽ മതിയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ദിയ കൃഷ്ണയുടെ ഫ്ളാറ്റിൽ നിന്നും യുവതികൾ 2 കാറിലായി കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതികളുടെ പരാതികളിൽ കഴമ്പില്ലെന്നും കൗണ്ടർ കേസായി പരിഗണിച്ചാൽ മതിയെന്നുമുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. ദിയ കൃഷ്ണ തങ്ങളുടെ വിലാസവും ഫോൺ നമ്പറുമാണ് എല്ലായിടത്തും ഉപയോഗിച്ചതെന്നും നികുതി വെട്ടിക്കാനാണ് ഇത് ചെയ്തതെന്നുമാണ് ജീവനക്കാരികളുടെ ആരോപണം. പോലീസിന്റെ അന്വേഷണത്തിൽ സംതൃപ്തിയാണെന്നാണ് ദിയ കൃഷ്ണ പറയുന്നത്. ഫാൻസി ആഭരണങ്ങൾ വിൽപ്പന നടത്തുന്നതിന്റെ ചെറിയ തുകകൾ മാത്രമാണ് സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് യുവതികൾ അയച്ചിരുന്നത്. ജീവനക്കാരിൽ അത്രമേൽ വിശ്വാസമായിരുന്നു. ഇവർക്കെതിരെ പരാതികൾ വന്നിട്ട് പറഞ്ഞുവിടാത്തത് തന്റെ ദൗർബല്യമാണെന്നും ദിയ കൃഷ്ണ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം ജീവനക്കാരികൾ നൽകിയ പരാതിയിൽ ദിയ കൃഷ്ണയും അച്ഛൻ G കൃഷ്ണകുമാറും മുൻകൂർ ജാമ്യം നേടി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോലീസിന് തങ്ങൾ നൽകിയ പരാതികൾ ആദ്യമേ അന്വേഷിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്ന് കൃഷ്ണകുമാർ പ്രതികരിച്ചു. കേസിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉറപ്പ് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. ജീവനക്കാരുടെ മൊഴിയെടുക്കാനാകാതെയാണ് ഇപ്പോഴും പോലീസ്. 2 ദിവസമായി ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല. മൂവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അതേസമയം തട്ടിപ്പ് നടന്നുവെന്ന വിവരം എങ്ങനെ കണ്ടെത്തിയെന്ന് ദിയ കൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണകുമാർ പറഞ്ഞു. ദിയ കൃഷ്ണയുടെ കസ്റ്റമേഴ്സിൽ ഒരാൾ ഇഷാനി കൃഷ്ണയുടെ കൂട്ടുകാരിയായിരുന്നു. ഒരു ദിവസം തിരുവനന്തപുരം നഗരത്തിലെ ഷോപ്പിൽ നിന്നും ആഭരണം വാങ്ങിയ ശേഷം പണം അടച്ചതിൽ സുഹൃത്തിനും സംശയം തോന്നി. QR കോഡിൽ എന്തോ പ്രശ്നമുള്ളതായി അവർ മനസ്സിലാക്കി. കടയിലെ ജീവനക്കാരികളുടെ QR കോഡാണ് പകരം നൽകിയത്. ചെറിയ തുക പോലെയല്ല, ഇത്രയും വലിയ തുകയുടെ തട്ടിപ്പ് നടന്നതിലെ ഞെട്ടലിലാണ് സിന്ധു കൃഷ്ണ. എന്നാൽ 4 പെൺമക്കളുടെ കുടുംബം ഒരു പ്രശ്നം വന്നതും ഒറ്റക്കെട്ടായി നിന്നതിൽ സിന്ധു എന്ന അമ്മയ്ക്ക് അഭിമാനം മാത്രം. അതേപറ്റിയും അവർ വിശദമാക്കി. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന കരുത്തനായ പിതാവാണ് കൃഷ്ണകുമാർ എന്ന് സിന്ധു പറഞ്ഞു. അദ്ദേഹം ഏതറ്റം വരെ പോയും സത്യം തെളിയിക്കും, ശിക്ഷയും വാങ്ങി നൽകുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. എന്നാൽ പ്രസവ തീയതി അടുത്തിരുന്ന ദിയ കൃഷ്ണയ്ക്ക് ഈ അപ്രതീക്ഷിത സാഹചര്യം നൽകിയ വെല്ലുവിളി അതിലും വലുതായിരുന്നു. പ്രസവത്തിന് മുൻപുള്ള കുറച്ച് ദിവസങ്ങൾ ഇത്തരത്തിൽ വെല്ലുവിളികൾ നിറഞ്ഞതാകുമെന്ന് കരുതിയില്ല. ക്ഷീണിതയും ബലഹീനയുമായ ഗർഭിണി എന്നിടത്തു നിന്നും ഒരു പുലിക്കിട്ടിയെ പോലെ ദിയ കൃഷ്ണ എന്ന കരുത്തയായ സ്ത്രീ ഉയർന്നു വന്നതായി അമ്മ സിന്ധു പറഞ്ഞു. അതേസമയം ഒരു കുടുംബം എന്ന നിലയിൽ കുടുംബത്തിലെ ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിന്നതിൽ തന്റെ ഹൃദയം നിറഞ്ഞുവെന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞു. പ്രത്യേകിച്ചും സഹോദരിമാർ തമ്മിലെ അടുപ്പം. എക്കാലവും അമ്മവും ഇഷാനിയും ഹൻസുവും നിന്റെ ഒപ്പം ഉണ്ടാകുമെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു. മുൻ ജീവനക്കാരികൾ തട്ടിച്ച 69 ലക്ഷത്തിൽ 66 ലക്ഷവും ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നും നിന്റെ കൈപിടിക്കാൻ കൂടെയുണ്ടാകുമെന്ന് സിന്ധു കൃഷ്ണ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. അതോടൊപ്പം അഭ്യുദയകാംക്ഷികൾക്കും സിന്ധു കൃഷ്ണ നന്ദി അറിയിച്ചു. പിന്തുണയ്ക്കും പ്രാർത്ഥനയ്ക്കും നന്ദി എന്ന് സിന്ധു കൃഷ്ണ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലാണ് കുറിച്ചത്. അതേസമയം ദിയ കൃഷ്ണയും ജനങ്ങൾക്ക് നന്ദി പറഞ്ഞിരുന്നു. വിവാദങ്ങളിൽ തനിക്കും കുടുംബത്തിനും
പറഞ്ഞും പിന്തുണ നൽകിയവർക്കാണ് ദിയ കൃഷ്ണ നന്ദി അർപ്പിച്ചത്. മോശം സമയങ്ങളിൽ കൂടെ നിന്ന മലയാളികൾക്ക് നന്ദി അറിയിച്ച് ദിയയുടെ സഹോദരിയും നടിയുമായ അഹാന കൃഷ്ണയും രംഗത്തെത്തി. ഇരുണ്ടതായി തീരുമായിരുന്ന ദിവസങ്ങൾ മലയാളികളുടെ പിന്തുണയിൽ പ്രകാശപൂരിതമായെന്ന് അഹാന ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ തന്നെ കൂടുതൽ ശക്തിയാക്കിയെന്നാണ് ദിയ കൃഷ്ണ വ്യക്തമാക്കിയത്. എല്ലാ പ്രശ്നങ്ങൾക്കുമിടയിൽ നിങ്ങളോട് നന്ദി പറയാൻ ഞാൻ ഒരു നിമിഷം കടമെടുക്കുന്നു. സ്വാഭാവികമായും കഴിഞ്ഞ 3-4 ദിവസങ്ങൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട ദിനങ്ങളായി തോന്നാം. എന്നാൽ നിങ്ങൾ എല്ലാവരും എന്നോടും എന്റെ കുടുംബത്തോടും കാണിച്ച ഉപാധികളില്ലാത്തതും പക്ഷപാതമല്ലാത്തതുമായ സ്നേഹം കാരണം ഞങ്ങൾക്ക് ആ ഇരുട്ട് അനുഭവപ്പെട്ടില്ല. ഞങ്ങൾക്ക് സുരക്ഷിതത്വവും സ്നേഹവും സംരക്ഷണവും അനുഭവപ്പെടുന്നത്ര തെളിച്ചമുള്ളതായിരുന്നു നിങ്ങളുടെ സ്നേഹം. മനുഷ്യത്വത്തിലും വൈകാരികതയിലും സത്യത്തിന്റെ അപാരമായ ശക്തിയിലും ഞങ്ങളുടെ വിശ്വാസം നിലനിർത്തിയതിന് കേരളത്തിന് നന്ദി, അഹാന കുറിച്ചു. കേസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകുന്നു. നമ്മുടെ നിയമവ്യവസ്ഥയിലും നീതി നടപ്പാക്കപ്പെടുമെന്ന വസ്തുതയിലും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി എന്ന് അവർ കൂട്ടിച്ചേർത്തു.